പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കരങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ പ്രിയ മക്കളെ, നമ്മെ എത്ര അത്ഭുതകരമാവണ്ണം കർത്താവ് കാത്തു പരിപാലിക്കുന്നു. ആ ദൈവിക കരുതൽ നമുക്ക് അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. അനേക മക്കൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ ഹല്ലേലൂയ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയാതെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നയിച്ച ആ നല്ല കൃപകൾക്കായി നമുക്കൊന്ന് നന്ദി പറയുവാൻ കഴിയുന്നുണ്ടോ? ദൈവം തന്ന ആ ദിവസത്തിനായി, തന്ന ആയുസ്സിനായി, ആരോഗ്യത്തിനായിട്ട് നമുക്കൊന്ന് നന്ദി പറയുവാൻ കഴിയുന്നുണ്ടോ? നമ്മെ തന്നെ അപ്പൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. കർത്താവെ, ഞാൻ എന്നെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഒന്ന് താഴ്ത്തി കൊടുക്കാം. യേശുപ്പച്ചൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന അപ്പൻ, നമുക്ക് വേണ്ടി കാര്യങ്ങൾ ഓരോന്നും നടത്തി തരുന്ന കർത്താവപ്പച്ചൻ്റെ കരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 6-ാം വാക്യം. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. പ്രീതി മക്കളെ നോക്കൂ. ഹല്ലേലൂയ. ഈ കർത്താവപ്പച്ചൻ ഇവിടെ പറയുകയാണ്, എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ. പലപ്പോഴും നമ്മുടെയും ജീവിതത്തിൽ ഇടർച്ച, അതായത് ഹല്ലേലൂയ പല തെറ്റുകൾ പറ്റുന്നുണ്ട്. ഹല്ലേലൂയ പതറിപ്പോകുന്ന അനുഭവങ്ങളെ, ചില സംശയങ്ങൾ കടന്നു വരുന്നുണ്ട്. ഹല്ലേലൂയ പലപ്പോഴും നമ്മൾ ഇടറിപ്പോകുന്നു. ഹല്ലേലൂയ ഈ ഇടറിപ്പോകുന്നത് ആരാണ്? ഹല്ലേലൂയ. അത് ഒന്നാമതായിട്ട് നമുക്ക് മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം ഹല്ലേലൂയ 16-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോട് കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണീകന്മാരാകുന്നു. വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഹല്ലേലൂയ പെട്ടെന്ന് അവർ വഴുതി പോകുന്നു. ഹല്ലേലൂയ. നോക്കൂ, വചനം വേണ്ടും പോലെ ഉറപ്പായ അടിസ്ഥാനം വചനത്തിൽ ഇല്ലാത്തവരാ ഇടറിപ്പോകുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ വിതയെ പറ്റി. ഹല്ലേലൂയ വചനം വിതയ്ക്കുന്നു, ആ വചനം എവിടെയൊക്കെ വീഴുന്നു, എങ്ങനെയൊക്കെ ആകുന്നു എന്നൊക്കെ ഹല്ലേലൂയ ഇത് ഉപമയായിട്ട് പറഞ്ഞിരിക്കുന്നു. 14-ാം വാക്യത്തിൽ വിതയ്ക്കുന്നവൻ വചനം വിതയ്ക്കുന്നു. വചനം വിതച്ചിട്ട് വഴിയരികെ വീണത് കേട്ട ഉടനെ സാത്താൻ വന്ന് ഹൃദയങ്ങളിൽ വിതയ്ക്കപ്പെട്ട വചനം എടുത്തു കളയുന്നതാകുന്നു. അങ്ങനെ തന്നെ പാറസ്ഥലത്ത് വിതച്ചത് വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളുന്നവർ, എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ. ഹല്ലേലൂയ പ്രീതിമക്കളെ, നമ്മൾ വചനം കേട്ടു, അത് മനസ്സിലാക്കി, പക്ഷേ അത് പാറസ്ഥലത്താ വീണത്. ഹല്ലേലൂയ അത് ക്ഷണത്തിൽ അത് ഹല്ലേലൂയ അത് അതായത് ഉണങ്ങിപ്പോകുന്ന അവസ്ഥ. ഈ ദിനങ്ങളിൽ പ്രീതി മക്കളെ, നമുക്ക് ഉറപ്പായ അടിസ്ഥാനമില്ലെങ്കിൽ നമ്മൾ ഹല്ലേലൂയ ആ ഉറപ്പായ അടിസ്ഥാനത്തിൽ പാറമേലാണ് നമ്മൾ അടിസ്ഥാനം ഇട്ടത്. ഹല്ലേലൂയ ആ നമ്മൾ ഉറപ്പോടെ നിന്നെങ്കിൽ മാത്രമേ അത് താഴേക്ക് വളരുവാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഹല്ലേലൂയ പാറസ്ഥലത്ത് വീണു, വേണ്ടുന്നത് പോലെ അതിന് നിൽക്കാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മളാണ് ഹല്ലേലൂയ നല്ല നിലത്തിലേക്ക് അത് കൊണ്ടുപോയി നടേണ്ടത്. നമ്മളാണ് അതിന് സ്ഥലം കണ്ടുപിടിക്കേണ്ടത്. പ്രീതി മക്കളെ, ഈ ദിവസങ്ങളിൽ ഉറപ്പില്ലെങ്കിൽ ഹല്ലേലൂയ ഇടറിപ്പോകുവാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ നോക്കൂ, ഇവിടെ പറഞ്ഞതാണ് ഹല്ലേലൂയ വചന നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ ഇതേപോലെയാ. പല പ്രയാസങ്ങൾ നേരിടുമ്പോൾ അവർ വചനം മറന്ന്, യേശുവിനെ മറന്ന് ഹല്ലേലൂയ അവർ പലതും ചെയ്യുന്നു. ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മൾ വചനത്തിൽ അടിസ്ഥാനമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പത്രോസ് അപ്പോസ്തലന്റെ 1-ാം ലേഖനം ഹല്ലേലൂയ 2-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, അവർ വചനം അനുസരിക്കായികയാൽ ഇടറിപ്പോകുന്നു. പ്രിയ മക്കളെ, നമ്മൾ വചനം കേട്ടു, അത് വേണ്ടും പോലെ ഹല്ലേലൂയ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതനുസരിച്ച് നടന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഇടറിപ്പോകും. ഹല്ലേലൂയ അതായത് നമുക്ക് വഴുതൽ പറ്റും, നമുക്ക് തെറ്റുപറ്റുവാൻ അല്ലെങ്കിൽ സംശയം ഉണ്ടായിത്തീരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ ഈ ദിനങ്ങളിൽ പ്രിയ മക്കളെ, നമ്മൾ കേൾക്കുന്ന വചനങ്ങളെ അധികം
അധികമായിട്ട് ഉറപ്പോടെ നമ്മൾ ഹല്ലേലൂയ അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് ആരാ ഇടറിപ്പോകുന്നത്? വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കാത്തവർ ഹല്ലേലൂയ ഇടറിപ്പോകുവാൻ ഇടയുണ്ട്. 2 പത്രോസ് ഹല്ലേലൂയ 1 അധ്യായം 10-11 വാക്യത്തിൽ, അതായത് പത്രോസ് അപ്പോസ്തലന്റെ 2-ാം ലേഖനം 1 അധ്യായം 10-11 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. പ്രിയ മക്കളെ, നമ്മെ തെരഞ്ഞെടുത്തത്, നമ്മളെ വിളിച്ചപ്പച്ചന്റെ സന്നിധിയിലാക്കിയത് ഹല്ലേലൂയ എന്തുദ്ദേശത്തോടാണെന്ന് നാം അത് മനസ്സിലാക്കി ഈ ദിനങ്ങളിലാണെങ്കിൽ ഹല്ലേലൂയ നമ്മൾ ഇടറിപ്പോകുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ. ഇന്ന് പലരും ഹല്ലേലൂയ വിളിയും തെരഞ്ഞെടുപ്പും മനസ്സിലാക്കാതെ തൻ്റെ ഹല്ലേലൂയ ഇഷ്ടത്തിന് നടക്കുന്നോണ്ടാ ഇടറിപ്പോകുന്നത്. ഹല്ലേലൂയ. നമ്മൾ നമ്മുടെ കർത്താവായ എന്നെ വിളിച്ചത്, എന്നെ തെരഞ്ഞെടുത്തതെന്നുള്ള ആ ഉത്തമ ബോധ്യത്തോടെ ദൈവസന്നിധി നിൽക്കുന്നവർക്ക് ഇടറിപ്പോകുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ. യേശുവിൽ ഒരു സംശയം ഉണ്ടാകുവാൻ ഇടയാകുകയില്ല. ഹല്ലേലൂയ. അവർ എവിടെ നിന്നാലും അവരുടെ ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളെ ഹല്ലേലൂയ അതായത് കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയാലും അവര് പതറാതെ നിൽക്കും. എൻ്റെ ദൈവമായി എന്നെ വിളിച്ചത്, എൻ്റെ ദൈവമായി എന്നെ തെരഞ്ഞെടുത്തെന്നുള്ള ആ ഉറപ്പോടെ അവര് നിലനിൽക്കുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. പ്രിയ മക്കൾ, ഈ ദിവസങ്ങളിൽ നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കി നമ്മൾ മുന്നേറുന്നവരായിരിക്കണം. ഹല്ലേലൂയ. 17-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഹല്ലേലൂയ ക്രിസ്തുവിനെ ഹല്ലേലൂയ വാസ്തവമായിട്ട് അനുഗമിക്കാത്തവർ, ക്രിസ്തുവിനെ വാസ്തവമായിട്ട് അറിയാത്തവർ ഹല്ലേലൂയ വഴുവഴുപ്പിൽ വീണു പോകും. അതായത് 17-ാം സങ്കീർത്തനം 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എൻ്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെയായിരുന്നു, എൻ്റെ കാൽ വഴുതിയതുമില്ല. പ്രിയ മക്കളെ, നമ്മുടെ നടപ്പ്, നമ്മുടെ ഹല്ലേലൂയ ഓരോ ചലനങ്ങളും ക്രിസ്തുവിൽ അടിയുറച്ചാണെങ്കിൽ നമ്മൾ വീണു പോകുവാൻ ഇടയാകില്ല. വീണു പോയാലും അവിടെ നിന്ന് നമ്മളെ പിടിച്ചു കയറ്റുന്ന, വലം കൈ തന്ന് നമ്മളെ താങ്ങി നടത്തുന്ന നല്ലൊരു പിതാവ് നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. നാം കടന്നു അതായത് വീണു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. കർത്താവിന്റെ ആ വലം കൈ നമ്മെ താങ്ങി നടത്തും. ഹല്ലേലൂയ. അതുപോലെ തന്നെയാണ് ലോക സങ്കേതങ്ങളിലൊക്കെ ആശ്രയിക്കുന്നവർ, ഹല്ലേലൂയ ലോക ഇമ്പങ്ങളിൽ ആശ്രയിക്കുന്നവർ, ലോകത്തിന്റെ ഹല്ലേലൂയ പടുകുഴിയിൽ കിടന്ന് ഹല്ലേലൂയ പാപ വഴികളിലായിരിക്കുന്നവരെ ഇടറിപ്പോകുവാൻ ഇടയുണ്ട്. ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ പ്രിയ മക്കളെ, നമ്മളെ നോട്ടം, നമ്മുടെ നടത്തം നമ്മൾ എവിടെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? അതുകൊണ്ടാ 20-ാം സങ്കീർത്തനം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തെ കീർത്തിക്കും. അതുകൊണ്ട് ഞങ്ങൾ ലജ്ജിച്ചു പോകുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിച്ചു പോകുകയില്ല, അതുകൊണ്ട് ഞങ്ങൾ സംശയിക്കുന്നവരാകുകയില്ല. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ജീവനുള്ള ദൈവത്തെ ഹല്ലേലൂയ നമ്മൾ ആരാധിക്കുന്നവരായി, സ്തുതിക്കുന്നവരായി ഹല്ലേലൂയ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഉറപ്പോടെ നിൽക്കാം. ദൈവസന്നിധിയിൽ ഈ ദിനങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർ ഇടറിപ്പോകുവാൻ ഒരിക്കലും ഇടയാകുകയില്ല. ഉറപ്പോടെ അടിസ്ഥാനമുള്ളവരായി ക്രിസ്തുവിൽ അടിസ്ഥാനമിട്ട് നമുക്ക് നിലനിൽക്കാം. വചനം അനുസരിച്ച് നമ്മുടെ ഹല്ലേലൂയ നോട്ടം എല്ലാം ഹല്ലേലൂയ ക്രിസ്തുവിൽ തന്നെ ആയിരിക്കാം. കർത്താവ് പറയുന്ന വചനം അനുസരിച്ച് നമുക്ക് ജീവിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പും, എന്നെ എന്തിനാണ് വിളിച്ചത്, ഈ ലോകത്തിൽ നിന്ന് എന്നെ എന്തിനാണ് മാറ്റി ഹല്ലേലൂയ അപ്പന്റെ മകളാക്കിയത്, അപ്പന്റെ മകനാക്കിയതെന്നുള്ള ഉറപ്പും ധൈര്യത്തോടെ നിൽക്കുന്നവർ ഇടറിപ്പോകുവാൻ ഒരിക്കലും ഇടയാകില്ല. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ വലിയൊരു ഉറപ്പും ധൈര്യം കൊടുക്കണമേ. ആരും അപ്പാ അങ്ങിൽ നിന്ന് ഹല്ലേലൂയ ഇടറിപ്പോകുവാൻ അനുവദിക്കല്ലേ, സംശയത്തിന് ഉളവാക്കല്ല കർത്താവേ. ധൈര്യത്തോടെ നിൽക്കുവാനുള്ള കൃപ ഓരോ മക്കളുടെ മേലും ദൈവം പകർന്നു കൊടുക്കണം. കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ ഇന്നത്തെ വചനത്തിന്മേൽ ദൈവം ഓരോരുത്തരും അടിസ്ഥാനപ്പെട്ട് ജീവിപ്പാൻ ദൈവം സഹായിക്കണം. കരങ്ങളിൽ തരുന്നു.
പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ മക്കളെ, നമുക്ക് മുന്നോട്ട് പോകാം, ദൈവസന്നിധി ഇടറിപ്പോകാതെ കർത്താവിൽ ഉറപ്പോടെ നിൽക്കാം. ദൈവം എല്ലാവരെയും ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. വിനുവജു, മുംബൈ. ഹല്ലേലൂയ, സ്തോത്രം.